നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അലീന ശരണ്യയെ വിളിക്കുകയാണ്. ശരണ്യയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ശരണ്യക്ക് ഭയങ്കര സന്തോഷം. അലീന ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അലീന പറഞ്ഞു, നീ വീട്ടിലുണ്ടോ? അതെന്താ വെച്ചാൽ അങ്ങനെ വെച്ചാൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അതെ, ഞാനിന്ന് അങ്ങോട്ടേക്ക് വരാനെന്ന് പറഞ്ഞു. വരാനോ? ചേച്ചി ഇങ്ങോട്ടേക്കോ? എന്നെ കാണാനോ? അതെന്താടി നിനക്കൊരു സംശയം പോലെ? ഞാൻ അങ്ങോട്ടേക്ക് വരണ്ടേ? പിന്നെ വരണ്ടേന്നോ? അതെന്ത് ചോദ്യം ചേച്ചി? ചേച്ചി ഇങ്ങോട്ടേക്കൊന്ന് വായോ, എനിക്ക് കാണാൻ കൊതിയാവുന്നേന്ന് പറഞ്ഞു. ഇങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ശരണ്യ അവിടെ കിടന്ന് അലറി വിളിക്കണം, അമ്മേ എന്താടി? അതെ, അലീന ചേച്ചിയെ വിളിച്ച അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. അങ്ങനെ ശരണ്യ അവിടെ കിടന്ന് തുള്ളിച്ചാടുവാണ്. ഈ സമയത്ത് ഗോവർദ്ധനെ ഫോൺ ചെയ്യണം ബാലേന്ദ്രന്. ഗോവർദ്ധന തിരക്കിലാണോന്ന് ചോദിച്ചു. എന്താ പറഞ്ഞു ബാലേട്ട? അതെ, ആ GSTയുടെ ആ കാര്യം എന്നാ കണക്കുകളും കാര്യങ്ങളും നോക്കാൻ വേണ്ടി ഞാൻ വിളിച്ചാന്ന് പറഞ്ഞു. തിരക്കില്ലെങ്കിൽ നീ അത് നോക്കിയേക്കാന്ന് ചോദിച്ചു. അതിനെന്താ ബാലേട്ട, ഇപ്പം തന്നെ ചെക്ക് ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്തായിരിക്കും ആഗമനോപദേശം? എന്നെ ഉപദേശം നന്നാക്കാനാണോ പുറപ്പാടാന്ന് തോന്നുന്നല്ലോ വരവ് കണ്ടിട്ട്. അതെങ്ങനെ അച്ഛന് മനസ്സിലായി? അല്ല, കയ്യിൽ ചായയൊന്നും ഇല്ലാതെ വരുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നും. കാരണം ചായയോ ജ്യൂസോ ഒന്നും കയ്യിലില്ലല്ലോ. സാധാരണ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉപദേശങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുമതി മേടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അച്ഛൻ പറഞ്ഞ കാര്യം കുറച്ചൊക്കെ ശരിയാ. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ആണോ? അതെ അതെ അച്ഛാ, ഞാനേ ശരണ്യയുടെ വീട് വരെ ഒന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നാ. അതിനെന്തിനാണ് നീ എന്നോട് വന്ന് ചോദിക്കുന്നേ? അതിൻ്റെ ആവശ്യമുണ്ടോ? അതങ്ങനെയല്ലല്ലോ അച്ഛാ, എന്നാലും ചോദിക്കേണ്ട ഒരു മര്യാദയില്ലേ? പിന്നെ ഞാൻ പോവണ്ടെന്ന് പറഞ്ഞാലും നീ പോകും. പോച്ച അവിടുന്ന്. അല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ പോവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നീ 100 ന്യായം തിരക്കും. അതിൻ്റെ വരും വരായികൾ പറഞ്ഞ് അതിൻ്റെ ശരിയും തെറ്റും പറഞ്ഞ് ഒടുവിൽ എന്നെ കൊണ്ട് സമ്മതിപ്പിക്ക്, ശരിയല്ലേ? അലീന പറഞ്ഞു, അതങ്ങനെയല്ല അച്ഛാ, ഞാൻ ശരിയായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ലേ വാദിക്കാറുള്ളൂ. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മാത്രം, അല്ലാതെ വെറുതെ കാര്യങ്ങളൊക്കെ വാദിക്കാറില്ലല്ലോ. അതെന്തേലും ആയിക്കോട്ടെ, ശരി നീ പോയിക്കോളാൻ പറഞ്ഞു. തനിച്ചാണോ പോകുന്നേ? രോഹിത്തിനെ വിളിച്ചു നോക്കാം, അവന് തിരക്കുണ്ടെങ്കിൽ ഞാൻ തനിച്ച് പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ തിരിഞ്ഞിട്ട് വീണ്ടും അലീന അച്ഛാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നു. എന്താടി ഇനി എന്താ? അതെ, ശരണ്യയുടെ കാര്യം തന്നെയാ. ഇനി അവളുടെ കാര്യം എന്താ? അവിടേക്ക് പോയിക്കോളാം എന്നോട് ഞാൻ പറഞ്ഞില്ലേ? അതെ, അവളുടെ പഠിപ്പിൻ്റെ കാര്യമേ. ഞാൻ ഇവിടുന്ന് പോയാലും അവളുടെ കാര്യം അച്ഛൻ നോക്കുവോ? അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. ഓ അതാണോ? നീ ഇവിടുന്ന് പോകുന്ന നിമിഷം അവളുടെ പേര് ഞാനും കൂടെ വെട്ടിമാറ്റാനായിട്ട് ഇരിക്കുമല്ലേ? അച്ഛാ ഇങ്ങനൊന്നും പറയരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഇടി അവളുടെ കാര്യം ഞാൻ നോക്കാമെന്ന് പറഞ്ഞില്ലേ? അവളുടെ പഠിപ്പ് ഞാൻ നോക്കിക്കോളാം. അവൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവൾ പഠിച്ചോട്ടെ. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഉറപ്പാണേ അച്ഛാ, ഉറപ്പാന്നേ. ഇതെന്താ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് കൈയൊഴിയുവാണോ? അങ്ങനെയല്ല അച്ഛാ, അച്ഛനോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അങ്ങനെ കൈയൊഴിയാൻ പറ്റുമോ? അവിടെ ചെന്ന് അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പുതിയ താമസമൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലച്ച് പിടിച്ചിട്ട് അവിടെ ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ അച്ഛനെ കാണാൻ വരും. എല്ലാ കാര്യങ്ങളും ഞാനും കൂടെ നോക്കിക്കോളാം എന്നൊക്കെ ഉറപ്പ് കൊടുത്തിട്ട് അലീന പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം അലീന ഫുഡൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടേ വെക്കുമ്പോഴത്തേനും ബബിത അങ്ങോട്ട് വന്നു. ബബിതേ, നീ കഴിച്ചല്ലോ, ബാ കഴിക്കുക. ഇപ്പം തന്നെ സമയം വൈകി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഈ ചേച്ചിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു. അലീന പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുത്തു. അങ്ങനെ ബബിത കഴിക്കാനിരിക്കുമ്പോഴത്തേനും കൃഷ്ണമോൾ ഇറങ്ങി വരുന്നേ. നീ കഴിച്ചില്ലല്ലോ? ഞാൻ കഴിച്ചില്ല എന്ന് പറഞ്ഞു. എങ്കിൽ വാതർക്ക് ഞാൻ വാരിത്തരാന്ന് പറഞ്ഞിട്ട് ബബിത വാരി കൊടുക്കുകയാണ്. അപ്പോഴേക്കും കൃഷ്ണമോള് വാ തുറന്നു. അങ്ങനെ കൃഷ്ണമോള് അങ്ങനെ നിന്നോണ്ട് കഴിക്കുമ്പോഴത്തേനും ബബിത പറഞ്ഞു, ഇവിടെ ഒന്ന് ഇരുന്നതാട്ട്, അല്ലെങ്കിൽ പിന്നെ ഞാൻ എഴുന്നേറ്റ് ഒന്ന് തരേണ്ട വരത്തില്ല എന്ന് ചോദിച്ചു. അങ്ങനെ ഒരാൾ വാരി കൊടുക്കുന്നു, ഒരാൾ കഴിക്കുന്നു. അലീന അങ്ങോട്ട് വന്ന് നോക്കി. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഒടുവിൽ അവർ രണ്ടുപേരും കഴിച്ചു തരാറാകുമ്പത്തേനും രോഹിത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അലീന ചോദിച്ചു, അല്ല രോഹിത്ത് ഇതിലായിട്ടും എഴുന്നേറ്റ് വന്നില്ലല്ലോ? രാവിലെ അലാറം അടിക്കുന്ന ശബ്ദം കേട്ടായിരുന്നു രോഹിത്തേണ്ട മുറിയുന്ന എന്നും ബബിത പറഞ്ഞു. മിക്കവാറും അത് ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും രോഹിത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എടാ നിനക്കൊന്ന് പോകുമൊന്നും വേണ്ടേന്ന് ചോദിച്ചു. പോണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അല്ല നിങ്ങൾ കഴിച്ചോന്ന് ചോദിച്ചു കൃഷ്ണമോളോടൊക്കെ. ഞാൻ കഴിച്ചില്ല. എടി അപ്പം നിനക്ക് ഞാൻ വാരി തന്നോ? കള്ളത്തരം പറയണമെന്ന് ചോദിച്ചു. അങ്ങനെ ഒടുവിൽ അലീനയോട് യാത്ര പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ സ്കൂളിലേക്കും കോളേജിലേക്കും ഇറങ്ങി. അപ്പോഴേക്കും രോഹിത്തിനോട് അലീന ചോദിച്ചു, അല്ല ഞാനെന്താ ശരണ്യയുടെ വീട്ടിൽ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ ഞാനോ? ഇന്നേ ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു. അപ്പം എനിക്ക് താമസിച്ച് പോയാന്നോർത്തിരുന്ന. അല്ല ഒരു കാര്യം ചെയ്യാം,
ഉച്ചയാകുമ്പത്തിന് ഞാൻ പോയിട്ട് വരാം, അതിനുശേഷം നമുക്ക് അറ്റൻഡൻസ് ഇട്ടിട്ട് പോയിട്ട് വന്നാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് ശരിയാകത്തില്ല, ഉച്ചയാകുമ്പത്തിന് എനിക്ക് തിരികെ വരണമെന്ന് പറഞ്ഞു. അല്ല ഞാനും കൂടെ വരാം ഉച്ചയാകുമ്പോഴാണെങ്കിൽ, അത് സാരമില്ല, ഞാൻ തനിച്ച് പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോഴത്തേനും രോഹിത് ചോദിച്ചു, ഇതെന്തിനാ ഇത്ര പെട്ടെന്ന് ശരണ്യയുടെ വീട്ടിലേക്കൊരു പോക്ക്, ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഉണ്ടല്ലോ, ഇപ്പോഴെന്തിനാ ഇത്ര ഓടിപ്പിടിച്ച് പോകുന്നേ? അത് പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ പോവല്ലേ, പോകുന്നതിന് മുമ്പ് നേരിട്ട് കണ്ട് യാത്ര പറയണമെന്ന് തോന്നി, അതുകൊണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രോഹിത്തിൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു, വല്ലാതായിപ്പോയി. അലീന മുറിയിലേക്കും കയറിപ്പോയി. രോഹിത്തിന് അത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലീന പോയി ബസ് ഇറങ്ങി നടന്നു പോവുകയാണ് ശരണ്യയുടെ വീട്ടിലേക്ക്. അപ്പോഴേക്കും കാളിദാസന് ഇവിടുന്ന് ഓടി ഇറങ്ങി വന്നു. ഓടി വന്ന് അലീനയുടെ കയ്യിലേക്ക് പിടിച്ച്, അലീന ചേച്ചി എന്ന് പറഞ്ഞു, ആഹാ നീ ഇപ്പോഴത് എവിടുന്നാ പൊട്ടിമുളച്ചേ? അതെ, ഞാൻ എൻ്റെ കൂട്ടുകാരൻ ആദിയുടെ അടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോയതായിരുന്നു പറഞ്ഞു. ആഹാ കൊള്ളാലോ. അപ്പം അലീന ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓടി വന്ന, ചേച്ചി വീട്ടിലേക്കാണോന്ന് ചോദിച്ചു. അല്ല ഞാൻ ഷായിച്ചേട്ടൻ്റെ വീട്ടിലേക്ക്, ഷായിച്ചേട്ടനെ കാണാനിട്ടോ. ആണോ, എങ്കിൽ ഞാൻ തിരിച്ചു പോയേക്കോന്ന് പറഞ്ഞു. എടാ ഇവിടെ വാടാന്ന് പറഞ്ഞു. അങ്ങനെ അലീന അവൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ കയ്യെ പിടിച്ച് നേരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാണ്. ആ സമയം ശരണ്യയുടെ അമ്മ മുറ്റത്ത് തുണി ഉണങ്ങാൻ ഇടുന്നുണ്ടായിരുന്നു. ആഹാ ഇവന് ഇത് എവിടുന്ന് കിട്ടി? വരുന്ന വഴിക്ക് ഞാനേ തപ്പപ്പെറുക്കി എടുത്തോണ്ട് വന്നാന്ന് അലീന പറഞ്ഞു. അല്ല ഇവൻ ക്രിക്കറ്റ് കളിക്കാനെന്ന് പറഞ്ഞ് പോയതാണല്ലോ. അതെ, എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഓടി വന്നാന്ന് പറഞ്ഞു. ആ സമയത്ത് അകത്തുനിന്ന് ശരണ്യ ഓടി അങ്ങോട്ട് ഇറങ്ങി വന്നേ. ഞാൻ അലീന ചേച്ചിയുടെ ശബ്ദം കേട്ടായിരുന്നു പറഞ്ഞു. ഓടി വന്ന് അലീനയെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് ഗോപനും കൂടെ ഇറങ്ങി വന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ ഇത്തിരി സമയമായി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. വെറുതെ ടി വിയെ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു പറഞ്ഞു. അല്ല നിനക്ക് ഈ ക്രിക്കറ്റ് കളിയൊന്നും ഇല്ലേ? അതെ എനിക്ക് ഫുട്ബോളാന്ന് പറഞ്ഞു. അത് കേട്ടതും ശരണ്യയുടെ അമ്മ പറഞ്ഞു, ഒരാൾക്ക് ക്രിക്കറ്റും ഒരാൾക്ക് ഫുട്ബോളും, ഒന്നും പറയണ്ട ഇവിടെ. എനിക്കാണെങ്കിലോ രണ്ടിനെ കുറിച്ച് ഒന്നും അറിയത്തുള്ളൂ. ഒന്ന് ചെറിയ പന്തും മറ്റൊന്ന് വലിയ പന്തും, പിന്നെ രണ്ടിനകത്തും കളിക്കാരുടെ എണ്ണ സെയിമാ, 11-11. അപ്പോഴേക്കും ഗോപൻ പറഞ്ഞു, അമ്മയ്ക്ക് 10-ൽ 10 മാർക്കും തന്നിരിക്കുന്നു പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ അമ്മ പറഞ്ഞു, ഞങ്ങൾ മാറി നിൽക്കടാ, ആ കൊച്ചിങ്ങോട്ട് കയറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അലീനയും കൊണ്ട് അകത്തേക്ക് പോയി. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അലീനയും കാളിദാസനും ശരണ്യയും കൂടെ വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് അലീന തൻ്റെ ഫോണിനകത്ത് ചിന്നിക്കുട്ടിയുടെ ഫോട്ടോസൊക്കെ എടുത്ത് കാണിക്കുകയാണ്. അപ്പം ചിന്നിമോളുടെ ഫോട്ടോയെ കണ്ടു കഴിഞ്ഞപ്പം ശരണ്യയ്ക്കും ഭയങ്കര സന്തോഷമായി. ചേച്ചി 2-3 ദിവസം പോയി അടിച്ചു പൊളിച്ചല്ലേ, ആ സമയത്ത് ചേച്ചി എന്നെ ഓർത്തോന്ന് ചോദിച്ചു. അമ്പടി ഞാൻ മറന്നു പോയെന്നാണ് നീ എന്നെ കരുതിയെന്ന് ചോദിച്ചു. നീ എന്നെക്കുറിച്ച് അങ്ങനെയാണ് ചിന്തിച്ചിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഡൈനിങ് ടേബിളിലേക്ക് ചോറും കറികളൊക്കെ കൊണ്ടേ വെക്കുകയാണ് ശരണ്യയുടെ അമ്മയും ഗോപനും കൂടെ ചേർന്നിട്ട്. പിന്നീട് ശരണ്യനെയൊക്കെ വന്ന് ഫുഡ് കഴിക്കാൻ വിളിക്കണം. മോളെ അലീനെ വാ എഴുന്നേറ്റ് വന്ന് കഴിക്കും. 12 മണിയല്ലേ ആയുള്ളൂ, ഇവിടെ ഇപ്പോഴാ ഉച്ച എന്നൊക്കെ ശരണ്യ പറഞ്ഞു. അങ്ങനെ കഴിക്കാൻ പോയിരുന്നു. കഴിക്കുന്ന സമയത്ത് അലീനയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല രുചി ഉണ്ടായിരുന്നു കറികൾക്കൊക്കെ. ഫിഷ് കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ തന്നെയാണ് അതെല്ലാം ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അതെ. അപ്പോഴേക്കും ശരണ്യ പറഞ്ഞു, ഞാനും സഹായിക്കാറുണ്ട്. പിന്നെ മുളകിൻ്റെ ഞെട്ട് കളഞ്ഞു തരും, ചിലപ്പോൾ ഉള്ളിയുടെ തോലൊന്ന് കളയും, അതാണ് സഹായം. അപ്പോഴേക്കും അലീന പറഞ്ഞു, ആഹാ അത് വലിയ സഹായമാണല്ലോടി മോളെ, പിന്നെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമല്ലേന്ന് ചോദിച്ചു. ഒന്ന് പോയി ചേച്ചി, എന്നെ കളിയാക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അലീന പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാ, ഞാൻ പോകുക കേട്ടോ എന്ന് പറഞ്ഞു. പോവാനോ? അതെ, ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വേറെ പോവുക. അതെന്തിനാ ചേച്ചിയാ അങ്ങനെ പോന്നേ? അതെ, ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് മതിയായി, ഇനിയിപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? അല്ല വേറെ സ്ഥലം എവിടെയാ? അത് കുളത്തൂപ്പുഴയാ. അപ്പോഴേക്കും ഗോപൻ ചോദിച്ചു, അതെവിടെയാ? അത് കുറച്ച് ദൂരെയാന്ന് അച്ഛൻ പറഞ്ഞേ. അച്ഛനോ എന്ന് ചോദിച്ചു ഗോപൻ. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ പറഞ്ഞു, അവള് അവിടെയുള്ള കുട്ടികളുടെ അവരുടെ അച്ഛനെ അച്ഛാന്നാ വിളിക്കണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഇവിടുത്തെ അച്ഛനെ ഞാൻ അച്ഛാന്നല്ലേ വിളിക്കുന്നത്, നിങ്ങളുടെ അച്ഛനെ ഞാൻ അച്ഛാന്നല്ലേ വിളിക്കണമെന്ന് ചോദിച്ചു. ഈ സമയത്ത് ശരണ്യ ചേച്ചി എന്നാ പോന്നേ? ഞാൻ നാളെ പോകുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശരണ്യ പെട്ടെന്ന് ഊണ് കഴിക്കലും മതിയാക്കി എഴുന്നേറ്റു. പെട്ടെന്ന് ശരണ്യക്ക് ഭയങ്കര വിഷമമായി. മോളെ നീ ഇങ്ങോട്ട് വാ കഴിക്കുക. വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് നേരെ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. അപ്പോഴേക്കും അലീനയോട് ശരണ്യയുടെ അമ്മ പറഞ്ഞു, അവൾക്ക് നല്ല സങ്കടമായി മോള് പോകാമെന്ന് കേട്ട് കഴിഞ്ഞപ്പം. അവളെ ഞാൻ ആശ്വസിപ്പിച്ചോളാം, നിങ്ങൾ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അലീന ശരണ്യയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്തിനാ വിഷമിക്കണേ? ചേച്ചി പോയിട്ട് ഇങ്ങോട്ടേക്ക് വരില്ലേന്ന് ചോദിച്ചു. വേണ്ട ചേച്ചി പോവണ്ടെന്ന് പറഞ്ഞു. പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല അപ്പോൾ ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ കാണാൻ എങ്ങനെയാണ് വരുന്നേ? മാസത്തിൽ 1 വന്നാൽ പോരെ? മാസത്തിൽ 2 തവണ വരാൻ പറ്റുമോ?
അത് നമ്മൾ ചെല്ലുന്നോടം പോലെ ഇരിക്കില്ലേ, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ചിലപ്പം വിടാൻ അങ്ങനെ താല്പര്യം ഇല്ലെങ്കിലോ, ലീവൊക്കെ എങ്ങനെയാണെന്നും അറിയത്തില്ലല്ലോ, എന്താണെന്നും അറിയത്തില്ല. അപ്പം പിന്നെ ലീവൊന്നും കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വരാനൊന്നും പറ്റില്ലല്ലോ. അതപ്പൊക്കെ അറിഞ്ഞതിന് ശേഷം ചേച്ചിക്ക് വരാൻ പറ്റുള്ളൂ. എന്തായാലും ചേച്ചി വരും. പിന്നെ നിന്റെ പഠിത്തവും കാര്യങ്ങളൊന്നും നീ ഉഴപ്പില്ല. ആ കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നിനക്ക് ആവശ്യത്തിന് എത്ര വേണമെങ്കിലും നിനക്ക് പഠിക്കാം. അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുടക്കോളാം. നീ അന്ന് ഓർത്ത് സങ്കടപ്പെടണ്ട. ദേ തോറ്റു പോയേക്കല്ല, അറിയാലോ. നീ നന്നായിട്ട് പഠിക്കണം. നീ എവിടെയെങ്കിലും പതിരിപ്പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അലിയനുസരിച്ചാ തോറ്റു പോകുന്നേ. ആ ഒരു ചിന്ത വേണമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് നിറഞ്ഞു. ശരണ്യ പറഞ്ഞു, ഇല്ലേ ചേച്ചി, ഞാൻ നന്നായിട്ട് പഠിക്കും. എൻ്റെ ചേച്ചിയെ ഞാൻ ഒരിടത്ത് ഞാൻ തോൽപ്പിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരം വരാം കേട്ടോ. ഇനിയിപ്പോൾ വൈജയന്തിയോട് യാത്ര പറയാൻ പോകുന്ന വിശേഷങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും വൈജയന്തിക്ക് ഇടിവെട്ട് പണിയും കൊടുത്തിട്ടായിരിക്കും അലീന പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.